പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്റെ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കരുണയാൽ ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരും പൂരിതരായി തീരട്ടെ. Praise the Lord. Praise the Lord. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ സന്തോഷത്തോടെ ഈ ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ദിവസം വീണ്ടും കണ്ടുമുട്ടാൻ വചനം കേൾക്കാൻ കർത്താവ് അനുഗ്രഹിച്ചു. നമുക്ക് കർത്താവിന് നന്ദി പറയാം. കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ വളരെ ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രേരിതനായി നമ്മളോട് സംസാരിച്ചു. ആ ഒരു ആനന്ദവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിലുണ്ട്. അച്ഛനൊരു അനുഗ്രഹത്തോട് ചേർന്ന കൂടിയാണ് ഇന്നത്തെ ശുശ്രൂഷകൾ നമ്മൾ സമ്മതിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഇന്നൊരു പ്രാർത്ഥനയോട് കൂടി ആരംഭിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒരുമിച്ച് കുട്ടികളും മുതിർന്നവരും യുവതി യുവാക്കന്മാരും എല്ലാവരും ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, നല്ല ഉച്ചത്തിൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശുവേ, രക്ഷിതാവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ, ഞങ്ങൾ ഓരോരുത്തരുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ അയക്കണമേ. ഇപ്പോൾ അയക്കണമേ. അന്ധകാരം നീങ്ങിപ്പോകട്ടെ, അന്ധകാരം നീങ്ങിപ്പോകട്ടെ, പ്രകാശം ഉണ്ടാകട്ടെ. പ്രകാശം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വചനത്തെ വചനത്തെ അടയാളത്തിലൂടെ സ്ഥിരീകരിക്കണമേ. സ്ഥിരീകരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വചനം പ്രഘോഷിക്കുന്നിടത്ത്, വചനം പ്രഘോഷിക്കുന്നിടത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിക്കുമെന്ന വചനം ഇപ്പോൾ സംഭവിക്കട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല 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 ഹല. ആരാധന, ആരാധന, ആരാധന. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കൈകളടിച്ച് കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ബഹുമാനപ്പെട്ട സേവറക്കാൻ വട്ടാലിച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തിരുസഭയുടെ മുഴുവൻ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക. ദൈവമേ, ഇപ്പൊ രോഗികളായി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾ എവിടെ നിന്ന് കാണണമേ കർത്താവേ. കിടക്കകൾ കിടക്കുന്ന ഓരോരുത്തരും എവിടെ നിന്ന് കാണണമേ കർത്താവേ. ദൈവമേ, പലവിധ വിഷമങ്ങളെ ക്ലേശിക്കുന്ന ഓരോ കുടുംബങ്ങളെ എവിടെ നിന്ന് കാണണമേ കർത്താവേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പ്രവർത്തിക്കുന്ന കർത്താവെ, അവിടുന്ന് എഴുന്നള്ളി വരണമേ കർത്താവെ. ഇപ്പോൾ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഓരോരുത്തരുടെ അവിടുന്ന് എഴുന്നള്ളി വരണ കർത്താവേ. തൊഴണമേ കർത്താവെ, സ്പർശിക്കണേ കർത്താവെ, അനുഗ്രഹിക്കണേ കർത്താവെ.
പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. കൈ ഉയർത്തി കൈയടിച്ച് ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ജനതകൾ കണ്ടിടട്ടെ. ജനതകൾ അവിടുന്ന് അവരെ വചനമായിട്ട് സൗഖ്യപ്പെടുത്തി എന്ന വചനത്തിന്റെ ശക്തി ഇപ്പോൾ രോഗികളുടെ മേൽ ആവശ്യിക്കണം. ലൂക്ക 6:19 അവന്റെ ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി എന്ന വചനത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അപ്പസ്തോലന്മാർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാത്താൻ ഇടിമിന്നൽ കൊണ്ട് നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തിയ ആ വചനം ഇപ്പോൾ ഈ സമൂഹത്തിൽ വ്യാപരിക്കട്ടെ. സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വിടുതലിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. തടസ്സങ്ങൾ നീങ്ങി പോകട്ടെ. തടസ്സങ്ങൾ നീങ്ങി പോകട്ടെ. ഈശോയുടെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങി പോകട്ടെ. ഈശോയുടെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. ഈശോയുടെ നാമത്തിൽ പൈശാചികത്തിൽ ബന്ധങ്ങൾ വിട്ടുവാ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. ൂഢത മാറട്ടെ. അന്യത മാറട്ടെ. ഊഢത മാറട്ടെ. അന്യത മാറട്ടെ. വചനം നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവ് നൽകിയ കൃപയിൽ തന്നെ വളരെ സ്വസ്ഥമായി പ്രാർത്ഥനാപൂർവ്വം കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉത്കണ്ഠയില്ലാതെ ജീവിക്കാൻ എന്ത് ചെയ്യണം. പ്രിയമുള്ള സഹോദരങ്ങളെ, വിവിധ ജീവിതാവസ്ഥയിലുള്ളവരാണ് നമ്മളെങ്കിലും ആ ജീവിതാവസ്ഥയ്ക്ക് ചേർന്നിട്ടുള്ള പല വിധത്തിലുള്ള ഉത്കണ്ഠകളാൽ വലയുന്നവർ നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേരുണ്ട്. കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പരീക്ഷ വരുമ്പോൾ അതിൻ്റേതായ ഉത്കണ്ഠ, അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ എക്സാമുകളൊക്കെ ഇപ്പോൾ എഴുതാൻ പോകുന്നവരാണെങ്കിൽ അതിൻ്റേതായ ടെൻഷൻ. കുടുംബത്തിലാണെങ്കിൽ കുടുംബത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ, അതേപോലെ തന്നെ ജോലിയുടെ കാര്യങ്ങൾ, മക്കളെ വളർത്തുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൻ്റെതായ ഞെരുക്കങ്ങൾ. അങ്ങനെ ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും, അത് വൈദികരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിലും ഏത് അവസ്ഥയിൽപ്പെട്ടവരാണെങ്കിലും പല വിധത്തിലുള്ള ഉത്കണ്ഠകളാൽ ചിലപ്പോൾ നമ്മുടെ അങ്ങ് മനസ്സിടിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്നാൽ കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ വെളിപ്പെടുന്ന വചനം നമുക്കെല്ലാം അറിയാം. ഒരിക്കലും ഉത്കണ്ഠപ്പെടരുത്, കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് വെളിച്ചം കിട്ടാൻ ഇന്ന് പതിവിന് വിപരീതമായി ഒരു വചനഭാഗം പ്രത്യേകം കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നുണ്ട്. അത് ജെറമിയ പ്രവചനത്തിലാണ്. ജെറമിയ പ്രവചനത്തിൽ 17-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളാണ്. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 17 വേഴ്സ് 5 to 8. കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്.
അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഈ വചനം കുറച്ച് നീളം കൂടിയ വചനമാണെങ്കിലും എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രകൃതിയിൽ സംഭവിക്കുന്ന ചില വ്യത്യാസങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഫലദായകമായി തീരുന്നത് എന്ന് വെളിപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വചനത്തിൻ്റെ ആദ്യ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, മനുഷ്യൻ്റെ ഹൃദയം എപ്പോഴും കർത്താവിൻ്റെ നേരെ തിരിഞ്ഞിരിക്കണം. എപ്പോഴും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും ദൈവത്തിൻ്റെ നേരെ ഇങ്ങനെ തിരിഞ്ഞ് എപ്പോഴും കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം മനുഷ്യൻ്റെ ഹൃദയം. മനുഷ്യൻ്റെ ഹൃദയം എപ്പോഴും ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ടിരിക്കണം. എന്നാൽ ആ വചനത്തിൻ്റെ തുടക്കത്തിൽ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് തിരിയാൻ രണ്ട് കാരണങ്ങളുണ്ട്. എന്താണത്? വചനത്തിൽ വെളിപ്പെടുത്തുകയാണ്, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം തിരിഞ്ഞു പോകാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം മനുഷ്യനെ ആശ്രയിക്കുക. രണ്ടാമത്തെ കാരണമാണ് ശരീരശക്തിയെ അവലംബിക്കുക. പ്രൈസ് ദ ലോർഡ്. Praise the Lord. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, സ്വാഭാവികമായും നമ്മുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഉടനെ മനുഷ്യനെ ആശ്രയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു നാച്ചുറൽ ടെൻഡൻസി. ഏത് കാര്യത്തിനും നമ്മുടെ മനുഷ്യനെ ആശ്രയിക്കുന്നവരായി മാറും. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു പ്രതിസന്ധി ഉണ്ടായി, എന്തെങ്കിലും ഒരു തരത്തിൽ അത്യാഘാതം ഉണ്ടായി, ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ദൈവത്തിലേക്ക് തിരിയുന്നതിന് പകരം മനുഷ്യനെ ആശ്രയിക്കുന്ന പ്രവണത. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ശരീരശക്തിയെ അവലംബിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ശരീരശക്തി അവലംബിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനുള്ളത്, നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പണം, അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനങ്ങൾ, അങ്ങനെ നമുക്കുള്ളതിനെ ആശ്രയിക്കുക. Praise the Lord. Praise the Lord. എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, മനുഷ്യനെ ആശ്രയിക്കരുത്, ദൈവത്തെ മാത്രം ആശ്രയിക്കുക. നമുക്കുള്ളതിലും നമുക്കുള്ളവരിലും ആശ്രയം വെക്കരുത്, മറിച്ച് ദൈവത്തെ മാത്രം ആശ്രയിക്കുക. ഒരു വ്യക്തിക്ക് ഉത്കണ്ഠ ഉണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ച് വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതിനോട് സമാനമായ മറ്റൊരു വചനമുണ്ട്. യേശയ്യാ പ്രവചനത്തിൽ 31-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ഐസയാ ചാപ്റ്റർ 31 വേഴ്സ് 1. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. നമുക്ക് വായിക്കാം. കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. പ്രൈസ് ദ ലോർഡ്. Praise the Lord. എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു പ്രശ്നം ഉണ്ടായി, ഒരു പ്രതിസന്ധി ഉണ്ടായി, കുടുംബത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടായി, അല്ലെ സാമ്പത്തികമായി ചില പ്രതിസന്ധി ഉണ്ടായി, ബിസിനസ്സിൽ ഒരു പ്രോബ്ലം ഉണ്ടായി, അല്ലെന്നുണ്ടെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രതിസന്ധി വന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലുണ്ടായി. ഒരേ കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, കർത്താവിനോട് ആലോചന ചോദിക്കുന്നതിന് പകരം, എന്നോട് സംസാരിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു? അവർ ഈജിപ്തിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരുടെ പിന്നാലെ പോയി, മനുഷ്യന്റെ പിന്നാലെ പോയി. ജെറമിയ പറഞ്ഞ അതേ വചനം തന്നെ മറ്റൊരർത്ഥത്തിൽ യേശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തുകയാണ്. മനുഷ്യനെ ആശ്രയിച്ചു, ഈജിപ്തിന്റെ പിന്നാലെ പോയി, എൻ്റെ അടുത്ത് വന്നില്ല, ആലോചന ചോദിച്ചില്ല. എന്നിട്ട് തുടർന്ന് വെളിപ്പെടുത്തുകയാണ്, കുതിരകളുടെ എണ്ണത്തിൽ, രഥങ്ങളുടെ എണ്ണത്തിൽ, അതിനകത്ത് വിശ്വാസം അർപ്പിക്കുന്നവന് ദുരിതം. അപ്പുറത്തെ ശബ്ദൻ എന്നായിരുന്നെങ്കിൽ ഇവിടെ ദുരിതം എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ സഹോദരങ്ങളെ? എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത്, കുതിരപ്പടയാളികൾ അല്ലെങ്കിൽ കുതിരകളുടെ എണ്ണം, രഥങ്ങളുടെ എണ്ണം, അന്ന് നമുക്കുള്ളത് അതാണ് ശരീരത്തിൻ്റെ ശക്തി എന്നതുപോലെ നമുക്കുള്ളത്, നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത്,
അതിൽ ആശ്രയം അർപ്പിക്കുകയും പോകുന്നവന് ദുരിതം എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാത്തതിനും കർത്താവിന്റെ സന്നിധി ഹൃദയം തിരിയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം മനുഷ്യനെ ആശ്രയിക്കുകയും തനിക്കുള്ളതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്ക്, നമുക്ക് ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആരോട് കൺസൾട്ട് ചെയ്യുന്നത്? നമ്മുടെ ഹൃദയം കൊണ്ട് ആരോടാണോ ഏറ്റവും അടുപ്പം? ചിലപ്പോൾ കുടുംബത്തിലാകാം, ചിലപ്പോൾ കുടുംബത്തിന് പുറത്താകാം. നമ്മുടെ ഹൃദയം കൊണ്ട് ആരോടാണോ നമുക്ക് ഏറ്റവും ഹൃദയത്തിന്റെ അടുപ്പമുള്ളത്, ഹൃദയ ബന്ധമുള്ളത്, അവരോടായിരിക്കും നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി ആദ്യം നമ്മൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ ഹൃദയത്തിന്റെ അടുപ്പം, അതാണ് ദൈവം ചോദിക്കുന്നത്. ഹൃദയത്തിന്റെ അടുപ്പവും ഹൃദയത്തിന്റെ സ്നേഹം എന്നോടാണെന്ന് നിങ്ങൾ പറയുകയും അതേസമയം ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരാതെ നിങ്ങൾ അവിടെ ഇവിടെ പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എൻ്റെ സഹോദരങ്ങളെ, അതാണ് പൂർണ്ണമായി ദൈവത്തെ സ്നേഹിക്കുന്നു പറയുമ്പോഴും, പൂർണ്ണമായി ദൈവത്തെ ആശ്രയിക്കുന്നു പറയുമ്പോഴും, പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെടുന്നു പറയുമ്പോഴും നമ്മുടെ ഹൃദയം മനുഷ്യരെ ആശ്രയിക്കാനും മനുഷ്യരുടെ സപ്പോർട്ട് കിട്ടാനും അല്ലെങ്കിൽ നമുക്കുള്ളതിനെ അവലംബിച്ചുകൊണ്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ട് ഉള്ളിൽ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പോകുമ്പോഴുള്ള വലിയൊരു അപകടമുണ്ട്. അതാണ് ജെറമിയ പ്രവചനത്തിൽ 17-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത്. നമ്മൾ 5-ാമത്തെ വാക്യമാണ് ആദ്യം വായിച്ചത്. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 17:6. അവിടെ മനുഷ്യനെ ആശ്രയിച്ചുകൊണ്ട് പോയാൽ, നമുക്കുള്ളതിൽ ആശ്രയിച്ചുകൊണ്ട് പോയാൽ, ഹൃദയം ദൈവത്തിൽ നിന്ന് തിരിച്ചാൽ ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുക. നമുക്ക് ആ വചനം നല്ല ഉച്ചത്തിൽ വായിക്കാം. ഈ വചനം വായിക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ മേലുള്ള ഒരു ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഈ വചനത്തിന് കെട്ടഴിക്കാൻ ഒരു കൃപയുണ്ട്. അങ്ങനത്തെ തിന്മകളൊക്കെ നമ്മൾ വിട്ടുപോവുകയും ചെയ്യും. നമുക്ക് വായിക്കാം. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്, അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. മരുഭൂമിയിലെ വരണ്ട നിർജ്ജനമായ ഒരു നിലത്ത് അവൻ വസിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ ആശ്രയിക്കുകയും തന്നെ ആശ്രയിക്കുകയും തനിക്കുള്ള കഴിവിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവന്റെ ഒന്നാമത്തെ പ്രത്യേകത അറിയാണ്, അവൻ മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. മരുഭൂമിയിലെ കുറ്റിച്ചെടി പോലെയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒരു കുറ്റിച്ചെടിയുടെ പ്രത്യേകത എന്താ? കുറ്റിച്ചെടി എന്ന് പറഞ്ഞാൽ അതിന് ഒരു പരിധി കഴിഞ്ഞ് അതിന് വളർച്ചയില്ല. അത് എപ്പോൾ നോക്കിയാലും ആ കുറ്റിച്ചെടിയായിട്ട് തന്നെ നിൽക്കും. അതിനൊരു നിശ്ചിത ലെവലോട്ട് അതിന് ഉയരം കൂടില്ല. എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഹൃദയം തിരിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഒരു പരിധി വിട്ട് അവൻ്റെ ഭൗതിക ജീവിതത്തിലും അവൻ്റെ ആധ്യാത്മിക ജീവിതത്തിലും ഒരു വരൾച്ച ഉണ്ടാകില്ല. ഒരു കുറ്റിച്ചെടി പോലെ നിൽക്കുന്ന അവസ്ഥ, ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും അതിനെ വെളിപ്പെടുത്തുകയാണ്, അവന് ഋതുഭേദം ഉണ്ടാവുകയില്ല. ഋതുഭേദം എന്താണ്? ഈ ഋതുഭേദം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പല കാലമുണ്ട്. ഇപ്പം നമ്മൾ പറയും വേനൽക്കാലം, മഴക്കാലം, അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ വസന്തകാലം, അങ്ങനത്തെയുള്ള പല കാലഘട്ടമുണ്ട്. അപ്പോൾ ഓരോ ചെടിയിലും നമുക്കറിയാം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആ ചെടിയിൽ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവന്റെ അവസ്ഥ, അവനൊരു ഋതുഭേദം ഉണ്ടാവുകയില്ല, കാലാനുസൃതമായ ഒരു വ്യത്യാസം ഉണ്ടാകുകയില്ല. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യത്യാസം എല്ലാ ദിവസവും ഒരേപോലെ തന്നെ, ഒരു ചേഞ്ചും ഇല്ലാത്ത അവസ്ഥ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സന്തോഷം വർദ്ധിക്കുന്നില്ല, ആനന്ദം വർദ്ധിക്കുന്നില്ല, ദൈവസ്നേഹം വർദ്ധിക്കുന്നില്ല, ഒന്നിനൊരു ഉയർച്ചയില്ല, വിശ്വാസം വർദ്ധിക്കുന്നില്ല, എല്ലാം അങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും അതിനെ വെളിപ്പെടുത്തുകയാണ് ആ വ്യക്തിയുടെ അടുത്ത പ്രശ്നം. അതേ വാക്യത്തിൽ തന്നെ വരണ്ടതും നിർജ്ജനവുമായിരിക്കും. വരണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴും നിരാശ, സങ്കടം, ഭയം, ആദി, ഉത്കണ്ഠ, ഇങ്ങനെ ഒരു പ്രത്യേക എല്ലാ ഒരു വരൾച്ചയാണ്. Praise the Lord. Praise the Lord. നിർജ്ജനം. നിർജ്ജനം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടുമ്പോൾ, അല്ലേ, ഇപ്പോൾ ധ്യാനത്തിനൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ വലിയ സന്തോഷവും ഒരു ആനന്ദവും, അങ്ങനത്തെ എന്താ എന്ന് പറഞ്ഞാൽ ഒരു ജനം ഒരുമിച്ച് വരുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലും ഇത് ബാധകമാണ്.
നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിന് ബാധകമാണ്. ഒരുപക്ഷെ ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് ഈ വചനം കേൾക്കുന്ന ഒരാളെങ്കിൽ മനസ്സിലാക്കണം, എൻ്റെ സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം കർത്താവിന് സന്നിധി തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾ വരൾച്ചയുണ്ടാകും. നമ്മുടെ ശുശ്രൂഷകളിൽ ഒരു ഋതുഭേദം ഉണ്ടാകില്ല. നമ്മുടെ ശുശ്രൂഷ എന്നും ഒരു കുറ്റിച്ചെടി പോലെ നിൽക്കുന്ന അവസ്ഥയായിരിക്കും. നമ്മുടെ ശുശ്രൂഷകളിൽ ജനങ്ങൾ വരാത്തൊരവസ്ഥ വരും. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും എല്ലാ അവസ്ഥകൾക്കും പറ്റിയ വചനം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സഹോദരങ്ങളെ, ഒരു വ്യക്തി ഇനി നേരെ തിരിച്ച്, അതാണ് ഈ വചനത്തിന്റെ ഒരു വലിയൊരു അനുഗ്രഹം. ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി നേരെ തിരിച്ച്, അതായത് കർത്താവിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തികൾ സംഭവിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ അക്കമിട്ട് ഓരോന്നോരോന്നായി ജെറമ്യ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് അടുക്കി വെക്കുകയാണ്. അതാണ് ജെറമ്യ പ്രവചനത്തിൽ 17-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജെറമ്യ ചാപ്റ്റർ 17 വേഴ്സ് 8 നമുക്ക് വായിക്കാം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് വിശുദ്ധ ഗ്രന്ഥം കർത്താവിൽ ആശ്രയിക്കാത്തവനെ, ഹൃദയം കർത്താവിന് തിരിക്കുന്നവനെ ശബ്ദൻ എന്ന് പറയുന്ന അതേ വചനം, അവന് ദുരിതമെന്ന് പറയുന്ന അതേ വചനം കർത്താവിൽ ആശ്രയിക്കുന്നവനെ കുറിച്ച് പറയുകയാണ്. അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, മനുഷ്യനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ? അവൻ നമ്മളെ സഹായിക്കും. ഒരു പ്രശ്നം വരികയാണ്, ഇന്നയാൾ എന്നെ ഇടപെടും, ഇന്നയാൾ എനിക്ക് വേണ്ടി നിൽക്കും. ഇങ്ങനെ ഒരു പ്രത്യാശ മനുഷ്യനിൽ അർപ്പിക്കുകയാണ്. അല്ലാതെ പ്രത്യാശ എന്താ? ഓക്കെ എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ സ്വാധീനം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ഇങ്ങനത്തെ അവസ്ഥ കൊണ്ട് ഞാൻ ഇത് എനിക്ക് സാധിച്ചു നേടുക്കാൻ പറ്റും, ഇതെനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് ചിന്തിക്കുന്നത്. അപ്പം അവൻ്റെ പ്രത്യാശ എന്താ? ഈ ശരീരശക്തിയും ഈ കഴിവും ഈ മനുഷ്യന് അവൻ്റെ പ്രത്യാശ. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അങ്ങനെയല്ല. അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. ദൈവം അല്ലാതെ വേറെ ഒരു പ്രത്യാശയില്ല. ദൈവം അല്ലാതെ ഒരു പ്രത്യാശയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തനിക്കുള്ള ഒന്നുമല്ല പ്രത്യാശ. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ കർത്താവിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണോ പരിശുദ്ധാത്മാവ് പറയുന്നത്, എന്താണോ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്, ആ സ്വരം കേട്ട് കർത്താവിനോട് ആലോചന ചോദിച്ച് കർത്താവ് പറയുന്നത് അനുസരിച്ച് പോകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇന്ന് കുടുംബത്തിൽ ചില പ്രത്യേക പ്രതിസന്ധി അനുഭവിക്കുകയാണെന്ന് കരുതുക. ഇപ്പോൾ ഒരു സ്ഥലം മേടിച്ചു, വലിയ പ്രശ്നമായി, അല്ലെങ്കിൽ അതൊരു ഇതായി. ഈ സ്ഥലം മേടിക്കണോ വേണ്ടായോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ആലോചന ചോദിച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലം മേടിച്ചത്. വീട് പണിത് കടബാധ്യതയായി എന്ന് കരുതുക. ഈ വീട് പണിയണോ വേണ്ടായോ, എങ്ങനെ പണിയണോ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരു സ്ഥലത്ത് പഠിക്കാൻ വിട്ടു, അത് വലിയ പ്രശ്നത്തിലായി. അവിടെ പഠിക്കാൻ വിടണോ വേണ്ട ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണ് പറഞ്ഞു വിട്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരൻ, അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നൽകുന്ന പ്രേരണയ്ക്ക് അനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്തു പോകാൻ. വീണ്ടും കർത്താവിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത അർത്ഥം എന്താ? കർത്താവിനെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തു പോവുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ജെറമ്യ 17:8 പറയുന്നത്, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. ഈ ആറ്റുനേരത്ത് നട്ട മരം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? സത്യത്തിൽ വചനത്തിൽ മുഴുവൻ ആശ്രയിച്ച് പോകുന്ന വ്യക്തിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സങ്കീർത്തന പുസ്തകത്തിൽ 1-ാമത്തെ സങ്കീർത്തനത്തിൽ വചനത്തെക്കുറിച്ച് പറയുന്ന 2-3 വാക്യങ്ങൾ പഠിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അവൻ ആറ്റുതീരത്ത് തട്ട മരം പോലെയാണെന്ന് പറഞ്ഞിട്ട് പറയാണ്, അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നേർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവർത്തികൾ സഫലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വചനം നൽകുന്ന സൂചന എന്ന് പറയുന്നത് ജീവിതത്തിലെ ഓരോ പ്രവർത്തികളും ചെയ്യുമ്പോൾ വചനത്തിൽ ആശ്രയിച്ച് വചനം എന്താണോ പറയുന്നത് എന്ന് നോക്കി അതനുസരിച്ച് ചെയ്യുന്നവനാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ പ്രത്യേകത അതിനെ താഴെ പറഞ്ഞിരിക്കുകയാണ്. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. പിന്നെയോ അത് വെള്ളത്തിലേക്ക് വേരൂന്നിരിക്കുന്നു, അത് വചനത്തിലേക്ക് വേരൂന്നിരിക്കുന്നു, അത് പരിശുദ്ധാത്മാവിലേക്ക് വേരൂന്നിരിക്കുന്നു. പിന്നെയോ അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല.
പിന്നെയോ അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈ വചനം വായിക്കുമ്പോൾ തന്നെ വലിയൊരു ആനന്ദം അനേകരുടെ ഹൃദയത്തിൽ കർത്താവ് തരുന്നുണ്ട്. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയുടെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പോകുന്ന, വചനമനുസരിച്ച് ജീവിതത്തെ കാര്യങ്ങൾ ക്രമീകരിച്ച് പോകുന്നവന്റെ പ്രത്യാശ കർത്താവ് തന്നെയാണ്. അവന്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത എന്താ പ്രത്യേകത? അതൊരിക്കലും വേനൽക്കാലത്തെ ഭയപ്പെടുകയല്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്ന് പറഞ്ഞാൽ ഭയം എന്ന് പറയുന്നത് ഇല്ല. വേനൽക്കാലം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ, നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്നൊരു വേനൽക്കാലം, പെട്ടെന്നൊരു പ്രതിസന്ധി വന്നു, ജോലി പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുക. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നനച്ചിരിക്കാതെ പെട്ടെന്നൊരു രോഗം വന്നു എന്ന് കരുതുക. ബിസിനസ്സിൽ മൊത്തം ഒരു ലോസായി, ആകെ അങ്ങോട്ട് കീഴ്മേൽ മറഞ്ഞു എന്ന് കരുതുക. ഒരു അപകടത്തിൽ ചെന്ന് ചാടിയെന്ന് കരുതുക. ആരെങ്കിലും നമ്മൾ ചതിച്ചു എന്ന് കരുതുക. ഒരു വേനൽക്കാലം. പക്ഷേ കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വചനം അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിന് ഭയമില്ല. കാരണം എന്താ? അവൻ കർത്താവിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതാണ് വേനൽക്കാലത്ത് ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. രണ്ടാമത്തെ കാര്യം വെളിപ്പെടുത്തുകയാണ്, അതിൻ്റെ ഇലകൾ എന്നും പച്ചയായിരിക്കും. എപ്പോഴും ലൈവായിരിക്കും. നല്ല ഉണർവ്, നല്ല പ്രസരിപ്പ്, നല്ല സന്തോഷം. കാര്യം വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്, രോഗത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്, കടബാധ്യതയുടെ നടുവിലാണ് നിൽക്കുന്നത്, തെറ്റിദ്ധാരണയുടെ നടുവിലാണ് നിൽക്കുന്നത്, അപവാദത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്, വലിയ അപകടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്, ജോലിയില്ല, ഒന്നുമില്ല, പ്രത്യേക ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ വചനം വെളിപ്പെടുത്തുക, എന്നും പച്ചയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നല്ല ഉണർവ്, നല്ല ഇത്. പിന്നെ അടുത്ത വചനം വെളിപ്പെടുത്തുകയാണ്, വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ വേനൽക്കാലത്ത് ഭയമില്ല, ഉത്കണ്ഠയില്ല. ഭയമുള്ളിടത്താണ് ഉത്കണ്ഠ കൂടുതൽ, അല്ലേ? എന്നാൽ ഒരു ഉത്കണ്ഠയില്ല. അതെങ്ങനെ നടക്കും? ഇത് നമ്മൾ ചിന്തിച്ച് പോവാണ്. അതാണ് വചനത്തിൽ ആശ്രയിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ടാൽ ഉത്കണ്ഠ ഉണ്ടാവില്ല. പിന്നെയോ എപ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. സാധാരണഗതിയിൽ നമുക്ക് എല്ലാം നന്നായിട്ട് പോകുന്ന സമയത്ത് ഫലം പുറപ്പെടുവിക്കാൻ എളുപ്പമാണ്, അല്ലേ? പ്രത്യേകിച്ച് പ്രതിസന്ധി ഒന്നും ഇല്ലാത്ത സമയത്ത് നല്ല സ്നേഹം, നല്ല കൂട്ടായ്മ. പക്ഷേ പ്രതിസന്ധി പ്രശ്നമുള്ള സമയത്ത് അപ്പോൾ കുറച്ച് ദേഷ്യം വരും. അപ്പോൾ ഫലമല്ല, വേറെ പല ഫലങ്ങളുമാണ് വരുന്നത്. പലതരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങും. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവന്റെ പ്രത്യേകത, അവൻ എപ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തന്ന നല്ലൊരു വചനമാണ്, ഒറ്റ വചനഭാഗമാണ്. ഈ വചനം പല പ്രാവശ്യം വായിക്കണം, ഈ വചനം പല പ്രാവശ്യം കേൾക്കണം, പ്രാവശ്യം ധ്യാനിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ഇതുപോലെ വലിയൊരു കൃപയുടെ അഭിഷേകത്തിലേക്ക് വരാൻ കർത്താവ് അനുഗ്രഹിക്കും. ആരാധനയുടെ സമയത്ത് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറമ്യ പ്രവചനത്തിൽ 17-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവിൻ്റെ സന്നിധിയിൽ ഭയഭക്തി ബഹുമാന ആദരവുകളോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇതുവരെയുള്ള ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നപ്പോൾ മനുഷ്യനെ ആശ്രയിച്ച 100 കണക്കിന് സംഭവങ്ങളുണ്ട്. കർത്താവേ, രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുന്നൊരു വചനം മറന്നുപോയി, ഓർത്തില്ല. ദൈവമേ, മാപ്പ് ചോദിക്കുകയാണ്. ദൈവമേ, പലവിധ സാഹചര്യങ്ങളിൽ എൻ്റെ തന്നെ കഴിവിൽ എനിക്കുള്ളവയിൽ ആശ്രയിച്ച് പോയ സംഭവങ്ങളുണ്ട്. അനുദപിക്കുകയാണ് കർത്താവേ. തിരുത്താനൊരു തീരുമാനം എടുക്കുകയാണ്. ദൈവമേ, എന്നെ സഹായിക്കണമേ. കർത്താവ്, എന്നെ സഹായിക്കണമേ. അവിടുന്ന് മാത്രമാണ് എൻ്റെ പ്രത്യാശ, അവിടുന്ന് മാത്രമാണ് എൻ്റെ ആശ്രയം. അങ്ങല്ലാതെ എനിക്ക് മറ്റൊന്നില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ നാമത്തെ ഉച്ചത്തിൽ വിളിക്കുമ്പോൾ, കർത്താവിൻ്റെ ആശീർവാദം നൽകപ്പെടുന്ന സമയത്ത് വലിയ ദൈവത്തിൻ്റെ ഇടപെടൽ, ഹൃദയം തുറന്ന് വിളിക്കുന്ന ഓരോരുത്തരുടെ മേലെ കർത്താവ് തരുന്ന സമയമാണല്ലോ ഇത്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യേശുവേ രക്ഷക